പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട 7 വാർത്തകൾ. കാണാം ടോപ്പ് 7 at 7. ബീഹാറിൽ ജനവിധി നാളെ. ബീഹാറിന്റെ ജനവിധി എന്തെന്ന് നാളെ നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അവസാനവട്ട കണക്ക് കൂട്ടലിലാണ് മുന്നണികൾ. ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. അതേസമയം എക്സിറ്റ് പോളുകൾക്ക് വിപരീതമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, അവസാന നിമിഷം ഇപ്പോൾ എന്തൊക്കെയോ പരാതികളൊക്കെ ഇൻഡീസൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്ട്രോങ് റൂമുകൾ വെളിച്ചമില്ല, വെള്ളമില്ല, ഇതൊക്കെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഏതൊരു സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്നത് പോലെ തോൽവിക്ക് തൊട്ട് മുമ്പുള്ള പരിതാപം, അങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെയാണോ? ബീഹാറിന്റെ ജനവിധി അറിയാൻ ഇനി ഈ ഒരു രാത്രി മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും മറ്റെല്ലാ ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് നടത്തിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് 0 റീപോൾസ് ആണ്. അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 2616 കാൻഡിഡേറ്റ്സ് ആണ് മത്സരിച്ചത്. ഈ 2616 കാൻഡിഡേറ്റ്സും ഒരു ബൂത്തിൽ പോലും റീപോൾ ആവശ്യപ്പെട്ടിട്ടില്ല. കൂടാതെ 12 റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് സംസ്ഥാനത്ത്. ആ പാർട്ടികളും റീപോൾ ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപൂർവ്വം പ്രശ്നങ്ങളില്ലാതെ നടത്താൻ സാധിച്ചു. ഇനി വോട്ടെണ്ണലിനും എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. 243 മണ്ഡലങ്ങളിലുമായി പ്രത്യേകം ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. ശ്യാം സൂചിപ്പിച്ചതുപോലെ ഈ വോട്ടെണ്ണലിൻ്റെ അല്ലെങ്കിൽ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടാകുമ്പോൾ ചില സംശയങ്ങളെ അതിൻ്റെ മുന്നിൽ നിർത്താനുള്ള ചില ശ്രമങ്ങൾ RJDയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം RJD അനുയായികൾ തന്നെ ഓടിച്ചു വന്ന ട്രക്കിൽ നിന്ന് കാലിയായിട്ടുള്ള ഇരുമ്പ് പെട്ടികൾ കണ്ടെടുത്തു. അത് വോട്ടിംഗ് മെഷീനുകളാണ്, അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ, അതുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് സാമഗ്രികളാണെന്ന് പറഞ്ഞു പരത്താൻ RJD തന്നെ ശ്രമിക്കുകയും പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചപ്പോൾ ആ പെട്ടി കാലിയായിട്ടുള്ള സംഭവമെല്ലാം തന്നെ ബീഹാറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തോൽവി ഉറപ്പിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചില സംശയങ്ങളുടെ മുന്നിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം RJDയും കോൺഗ്രസും എല്ലാം നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കാരണം അഭിപ്രായ സർവേയും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരുപോലെ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് പ്രവചിച്ചിട്ടുള്ളത്. ഒപ്പം NDA 130 മുകളിലേക്ക് സീറ്റുകൾ, 160 വരെ സീറ്റുകൾ നേടിയാക്കാമെന്നും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാകും, അതായത് ജനവിധി എന്താകും എന്നുള്ളത് നമുക്ക് നാളെ മാത്രമേ പറയാൻ പറ്റൂ. നിലവിലുള്ളത് രാഷ്ട്രീയ വിലയിരുത്തലും എക്സിറ്റ് പോളും അഭിപ്രായ സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും NDA ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, വികസന പദ്ധതികൾ, അത് ഗതാഗത മേഖലയിൽ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ വികസനം എന്താണെന്നറിയാതെ ഇരുണ്ടുമൂടി കിടന്നിരുന്ന ബീഹാറിനെ വികസനത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചു എന്ന പ്രചാരണവുമായാണ് NDA കളത്തിലിറങ്ങിയത്. കൂടാതെ ജംഗിൾ രാജ് കൃത്യമായ ഇടവേളകളിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് BJPയുടെയും JDUവിൻ്റെയും നേതാക്കൾ കൃത്യമായി ബീഹാറിലെ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ജംഗിൾ രാജ് ഭരണം ഓർമ്മയില്ല, അതിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ബീഹാർ ജനതയുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. അതുകൊണ്ട് ആ പ്രചരണത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA ഉള്ളത്. ഇതിനോടകം തന്നെ BJP NDA നേതാക്കൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും 2014 ശേഷം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ വോട്ടിംഗ് മെഷീൻ നല്ലതാണോ ചീത്തയാണോ എന്നത്. കോൺഗ്രസ് ജയിച്ചാൽ വോട്ടിംഗ് മെഷീനുകളൊക്കെ നല്ല A ക്ലാസ് മെഷീനുകളാണ്, അല്ലെങ്കിൽ അല്ല. ഈ ഒരു വല്ലാത്തൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളത്തെ ജനവിധിയിൽ ഈ ഒരു കാര്യം വളരെ കൗതുകകരമാണ്. തീർച്ചയായും അതിലൊരു മാറ്റം വന്നിട്ടുള്ളത് വോട്ടിംഗ് മെഷീനെതിരെയുള്ള ആരോപണങ്ങൾ പഴകിപ്പോയത് കൊണ്ട് തന്നെ ഇത്തവണ മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട്, നമുക്കറിയാം ലോകത്ത് തന്നെ ജനാധിപത്യം അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ കൊണ്ടാടുന്ന, ജനാധിപത്യ പ്രക്രിയകൾ ഏറ്റവും സുതാര്യമായി നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ, കാരണം വോട്ടിംഗ് മെഷീനെതിരെ കുറ്റം പറഞ്ഞ ആളുകൾക്ക് അതൊരു വിലയില്ലാതായി മാറുകയും കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് മെഷീൻ നല്ലതും ആ സമയത്ത് യാതൊരു ക്രമക്കേടുമില്ല എന്ന ധാരണയിലെത്തുകയും
BJP അല്ലെങ്കിൽ എതിർകക്ഷികൾ ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞ് അത് ജനങ്ങൾ പോലും ഏറ്റെടുക്കാത്ത അവസ്ഥ വന്നതോടെ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രാഹുലും കോൺഗ്രസും ഉന്നയിച്ചിരുന്നു. പക്ഷേ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒഴികെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള RJD പോലും വോട്ട് ചോരിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണമോ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഒരു വാക്കുപോലും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം അവർക്കറിയാം അത് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് മുൻപോട്ട് പോകുന്നത് ബീഹാറിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ വിഷയങ്ങൾ സംസാരിക്കാതെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഗുണകരമാകില്ല എന്ന തിരിച്ചറിവിനെ തുടർന്നാകാം RJD പോലും രാഹുലിന്റെ ആരോപണങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഒരുപാട് പ്രത്യേകത രാഹുലിന്റെ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ബീഹാറിൻ്റെ ജനവിധി, ബീഹാറിൻ്റെ മനസ്സ് എന്തായിരിക്കുമെന്ന് അറിയാൻ ഇനി കേവലം മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ് മാത്രമാണ്. സുസജ്ജമാണ് ടീം ജനം. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾ ഗംഭീരമായി സാങ്കേതിക തികവോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അതിവേഗം എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി തന്നെ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. അടുത്ത വാർത്ത. ഭീകരതയ്ക്ക് മാപ്പില്ല. ഡോക്ടർമാരുടെ ഭീകരാക്രമണ ഗൂഢാലോചന കണ്ടെത്തിയത് മറ്റൊരു ഡോക്ടറാണ്. ഭീകരാക്രമണ പ്ലോട്ടുകൾ സംബന്ധിച്ച് പ്രാഥമിക സൂചന നൽകിയത് ഡോക്ടർ കൂടിയായ ശ്രീനഗർ SSP GV സുന്ദീപ് ചക്രവർത്തിയാണ്. കാണാം റിപ്പോർട്ട്. നൌഗാം, ബൻപോറ മേഖലകളിൽ ഒക്ടോബർ 19 പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററായിരുന്നു സൂചന. ഭീകര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് പ്രദേശത്തെ SSP-യായ GV സുന്ദീപ് ചക്രവർത്തി UAPA കേസ് രജിസ്റ്റർ ചെയ്തു. IPS-ലെത്തും മുമ്പ് ഡോക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് GV സുന്ദീപ് ചക്രവർത്തി. സംഭവം നിസ്സാരമായി കാണാതെ അദ്ദേഹം സ്വീകരിച്ച നടപടിയാണ് വൻ ഭീകരാക്രമണ പ്ലോട്ട് വെളിപ്പെടുത്തിയത്. 3 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഭീകരവാദത്തിലേക്ക് ഡോക്ടർമാരെ നയിച്ച മൗലവി ഇഫ്രാൻ അഹമ്മദിനെക്കുറിച്ച് സൂചന ലഭിച്ചത് നിർണായകമായ ഈ അന്വേഷണത്തിൽ നിന്നാണ്. ഷോപ്പിയാനിലെ ഇയാളുടെ വീട് റെയ്ഡ് ചെയ്തതിനെ തുടർന്ന് ലഭിച്ച ഡിജിറ്റൽ വിവരങ്ങൾ ഫരീദാബാദിലെ അമോണിയം നൈട്രേറ്റ് ശേഖരത്തിൽ എത്തിച്ചു. വൻതോതിൽ അമോണിയം നൈട്രേറ്റ് സംഭരിച്ചതും ഇതുവഴി കണ്ടെത്തുകയായിരുന്നു. ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരാക്രമണത്തിലുൾപ്പെട്ട 3 ഭീകരരെ കൊലപ്പെടുത്തിയ ജമ്മു കാശ്മീർ പോലീസ് സംഘത്തിനും നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. ന്യൂസ് ഡെസ്ക്, ജനം. എത്രത്തോളം രാജ്യവിരുദ്ധത, എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മീഡിയ വൺ എന്നൊരു ചാനലിൻ്റെ രാജ്യവിരുദ്ധത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധീരദേശാഭിമാനി ഭഗത് സിംഗിനെ ഭീകരവാദി എന്ന് പരാമർശിച്ച സംഭവത്തിൽ മീഡിയ വൺ ചാനലിലെ ദാവൂദിനെതിരെ ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഹർജിയിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ കൂടിയായ ദാവൂദിനെതിരെ ഹൈക്കോടതി നോട്ടീസും അയച്ചു. ദാവൂദിനെ മാത്രമല്ല, പ്രമോദ് രാമൻ, നിഷാന്ത് റാവുത്തർ എന്നിവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ ജിദ്ദയിൽ മീഡിയ വൺ ചാനലിന്റെ ഒരു പരിപാടിക്കിടെ മാനേജിംഗ് എഡിറ്റർ C ദാവൂദ് ധീരദേശാഭിമാനി ഭഗത് സിംഗിനെ ഭീകരവാദിയായി പരാമർശിച്ചിരുന്നു. ദാവൂദിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ സ്വകാര്യ അന്യായം ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തിയത്. പാലക്കാട് നെല്ലായ സ്വദേശി ഗോവിന്ദരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി മീഡിയ വൺ ചാനൽ മാനേജിംഗ് എഡിറ്റർ C ദാവൂദിന് പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയച്ചു. ദാവൂദിനെ കൂടാതെ ഹർജിയിലെ മറ്റെതിർകക്ഷികളായ മീഡിയ വണ്ണിലെ പ്രമോദ് രാമൻ, നിഷാന്ത് റാവുത്തർ കൂടാതെ സംസ്ഥാന സർക്കാർ എന്നിവർക്കും നോട്ടീസുണ്ട്. മജിസ്ട്രേറ്റ് കോടതി സ്വകാര്യ അന്യായം തള്ളിയ നടപടി നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ വാദം. കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ തക്ക കാരണങ്ങളുണ്ടായിട്ടും അവ പരിശോധിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റി. കോടതിയിൽ ബോംബ് വെച്ചതോടെ ഭീകരവാദിയായി മാറിയ ഭഗത് സിംഗിനെ 1947 ഓഗസ്റ്റ് 15 ശേഷം ധീരദേശാഭിമാനിയാക്കുകയായിരുന്നുവെന്നാണ് ദാവൂദിന്റെ വിവാദ പരാമർശം. ജനം, കൊച്ചി. വൈറ്റ് കോളർ ടെററിസത്തിനെതിരെ മുസ്ലിം പണ്ഡിത സഭ, കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും വലിയ വർഗീയവാദികൾ വിദ്യാഭ്യാസമുള്ളവരാണെന്നും ബോധവൽക്കരണം സജീവമായി ആവശ്യമാണെന്നും സംഘടന ആഹ്വാനം ചെയ്തു. വൈറ്റ് കോളറായാലും ബ്ലാക്ക് കോളറായാലും എന്തായിരുന്നാലും ചെറിയ തീവ്രവാദം വൈകാരികമായി മതത്തെ കൈകാര്യം ചെയ്യുന്നതും അതിനൊക്കെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയാണ്. അത്
ബോധവൽക്കരണത്തിലൂടെ അതിന് മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഇന്ന് വലിയ ഭീഷണിയായി വരുന്ന അത്തരം ചിന്തകളെ ഏത് മതവിഭാഗത്തിൽ നിന്നാണെങ്കിലും അതിനെ ഒരു കൂട്ടായ നല്ല മനസ്സിൻ്റെ ഉടമകളുടെ മഹാഭൂരിപക്ഷം ഇന്ത്യയിലെ ആളുകൾ ഒന്നിച്ചതിനെ എതിർത്താൽ അതിനെ നേരിടാൻ കഴിയും. ഇതുവരെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നോക്കാം വിറ്റോ വിശ്വാസം. സന്നിധാനത്തെ കട്ടിളപ്പാളിയോടൊപ്പമുള്ള പ്രഭാമണ്ഡലവും കടത്തിയതായ ആരോപണം. എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ പ്രഭാമണ്ഡലം എന്ന് കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അത് സ്വർണ്ണമാണെന്ന് അറിഞ്ഞിട്ടും ചെമ്പെന്ന് എഴുതി ചേർത്തതായി വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ എൻ വാസു ചെമ്പുപാളി എന്നാക്കി തിരുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. സംഘടിത സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും അറസ്റ്റിലേക്ക്. എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആ റിപ്പോർട്ട് കൂടി കാണാം. ദ്വാരപാലക സ്വർണ്ണക്കവർച്ച കേസിൽ 4ാം പ്രതിയാണ് മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഹർജി പരിഗണിച്ച പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. ഇതോടെ ജയശ്രീയെ SIT ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൊതിഞ്ഞിരുന്നതാണ് എന്നറിഞ്ഞിട്ടും മിനിറ്റ്സിൽ ചെമ്പെന്ന് തിരുത്തുകയും അത് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിടുകയും ചെയ്തത് ജയശ്രീയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു എന്നിവരെ SIT നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യത്തിനായി ജയശ്രീ ആദ്യം ഹൈക്കോടതിയെയാണ് സമീപിച്ചത്. എന്നാൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ജയശ്രീക്ക് വീണ്ടും ഹൈക്കോടതിയിൽ പോകാം. എന്നാൽ അതിനു മുമ്പ് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് സൂചന. ജനം, പത്തനംതിട്ട. വാസു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. അഴിക്കുള്ളിലേക്ക് പോയി. ഇനി അടുത്തത് സജീവ CPM കാരനായ CPM നേതാവായ പത്മകുമാർ ആയിരിക്കുമെന്നതാണ് ഏതാണ്ട് സൂചനകൾ നൽകുന്നത്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടുകൂടി ഈ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നൊന്നായി സംഘടിത കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്തേക്ക് പോകുമ്പോൾ CPMനും ഇത് വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. ആ വിശകലനവും വിലയിരുത്തൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ പുരോഗമിക്കുന്ന നിർണായക ഘട്ടത്തിലാണ് സ്വർണ്ണക്കവർച്ച കേസിൽ ഉന്നത CPM നേതാക്കൾ അറസ്റ്റിലാകുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന എൻ വാസുവിന് പിന്നാലെ പത്മകുമാറും അറസ്റ്റിന്റെ വക്കിലെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുവെന്ന തിരിച്ചറിവിലാണ് CPM. എൻ വാസുവിന്റെ അറസ്റ്റുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം വളരെ വലുതാണെന്ന് CPMന് അറിയാം. പാർട്ടിയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നും സ്വർണ്ണക്കവർച്ച വിവാദത്തിലില്ലെന്ന വാദം വാസുവിന്റെ അറസ്റ്റോടെ പൊളിഞ്ഞിരുന്നു. പിന്നാലെയാണ് പത്മകുമാറും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നതിനപ്പുറം CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. വിശ്വാസികളായ വോട്ടർമാരുടെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകാൻ പോലുമാകാത്ത സാഹചര്യത്തിലാണ് പാർട്ടി ഇപ്പോൾ. മുഖം രക്ഷിക്കാൻ ഇടതു സഹയാത്രികനായ K ജയകുമാർ IASനെ ബോർഡ് തലപ്പത്തേക്ക് കൊണ്ടുവന്നെങ്കിലും അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്നും പാർട്ടി മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ പോലീസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ നടത്തുന്ന ഇടപെടൽ സാധിക്കുന്നില്ലെന്നതാണ് സർക്കാരും പാർട്ടിയും നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുള്ളതിനാൽ അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താനും കഴിയുന്നില്ല. വിവാദകാലത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർക്കപ്പുറത്തേക്ക് അന്വേഷണം നീങ്ങിയാൽ അത് പാർട്ടിയെ തള്ളിവിടുക നിലയില്ലാ കാര്യത്തിലേക്കായിരിക്കുമെന്നതും CPMനെ പ്രതിസന്ധിയിലാക്കുന്നു. ജനം, തിരുവനന്തപുരം. ഇനി കാണാം തദ്ദേശപൂരം. തദ്ദേശപൂര പടിവാതിക്കൽ എത്തി നിൽക്കെ CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി PK ശശി. മാർക്സിസം കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിൻ്റെ ചുവപ്പ് പോക്കറ്റുമല്ല, സ്പിരിറ്റും കള്ളും കൂട്ടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിൻ്റെ കെമിസ്ട്രി മനസ്സിലാകില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുറുപ്പ് സാറിൻ്റെ ഒരു താത്വിക അവലോകനം. ആ റിപ്പോർട്ട് കാണാം. ലണ്ടനിലെ മാർക്സിൻ്റെ ശവകുടീരത്തിന് സമീപത്തെ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് മുൻ MLAയും CPM നേതാവുമായ PK ശശി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. മാർക്സിസം കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിൻ്റെ ചുവപ്പ് പോക്കറ്റല്ല, കാലങ്ങൾക്കപ്പുറത്തേക്കുള്ള ചിറകടിയാണ്.
ഈ സ്പിരിറ്റിലാവണം മാർക്സിസത്തെ വായിക്കേണ്ടത്. സ്പിരിറ്റും കള്ളും കൂടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിൻ്റെ കെമിസ്ട്രി മനസ്സിലാവില്ല. മാർക്സും മാർക്സിസവും അജയ്യമാണ്, അമരമാണ്, നിത്യവസന്തമാണെന്നും PK ശശി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 29 മീനാക്ഷിപുരത്ത് വെച്ച് CPM പെരുമാട്ടി 2 ലോക്കൽ സെക്രട്ടറി ഹരിദാസൻ സ്പിരിറ്റ് കേസിൽ പോലീസ് പിടിയിലായിരുന്നു. ഇയാൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പിന്നാലെ പുറത്തു വന്നിരുന്നു. ജില്ലാ സെക്രട്ടറിയുടെ സന്തത സഹചാരിയാണ് ഹരിദാസൻ എന്നും സ്പിരിറ്റ് കടത്തിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി യുവമോർച്ച പ്രതിഷേധവും സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നാലെയാണ് ഇപ്പോൾ PK ശശി ഒളിയമ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം പോസ്റ്റ് ഇടുന്നത് കൊണ്ടാണ് ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നത് എന്നും ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലും PK ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിലും ഇരിക്കുന്നത്, മനസ്സിലായി? അതാണ് അതിന് ഉത്തരം, മനസ്സിലായില്ലേ? അതേസമയം PK ശശിയുടെ പോസ്റ്റിലൂടെ CPMന്റെ സ്പിരിറ്റ് മാഫിയ ബന്ധങ്ങൾ കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ് എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ജനം, പാലക്കാട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ACP CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ റിട്ടയർഡ് കണ്ണൂർ SVP TK രത്നകുമാരാണ് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നും CPMന് വേണ്ടി ജനവിധി തേടുന്നത്. LDFനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നണി വിട്ട തൃശൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു അവഗണനയിൽ മനം മടുത്താണ് NDAയിൽ ചേർന്നതെന്നും ഷീബ ബാബു പ്രതികരിച്ചു. LDFിൽ നേരിട്ടത് തികഞ്ഞ അവഗണനയാണ്. ഡിവിഷനിലേക്ക് ഫണ്ടുകൾ പോലും അനുവദിക്കാതെ തഴഞ്ഞു. നേതൃത്വത്തെ അറിയിച്ചിട്ട് പോലും ഫലമുണ്ടായില്ല. സഹികെട്ടാണ് പാർട്ടിയും മുന്നണിയും വിട്ടത്. ജനങ്ങൾക്കായുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് തന്റെ മുഖ്യ പരിഗണന. അതിന് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDAയിൽ വിശ്വാസമുണ്ടെന്നും ഷീബ പറഞ്ഞു. ഞാൻ എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള 3 പ്രാവശ്യമായിട്ട് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു. എനിക്ക് കൗൺസിലർ എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് NDA അതിൻ്റെ പിന്തുണ തരാമെന്ന് ആവശ്യം, ഞാൻ അത് സ്വീകരിച്ചു. 15 വർഷമായി തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഷീബ ബാബു. ആദ്യ 5 വർഷം UDFനൊപ്പമായിരുന്ന ഷീബ കഴിഞ്ഞ 10 വർഷമായി LDFനൊപ്പമായിരുന്നു. ഇടക്കാലത്ത് പല ഭരണസമിതി തീരുമാനങ്ങളിലും കൗൺസിൽ യോഗത്തിൽ പരസ്യമായും വിയോജനവും വിമർശനവും പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഭരണസമിതിയും LDF നേതൃത്വവുമായി അകലാൻ കാരണമായത്. ജനം, തൃശൂർ. PM ശ്രീ എന്തായി സഖാവേ? ഇതാണ് കേരള സമൂഹം ചോദിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ രാഷ്ട്രീയ നാടകം തുടർന്ന് CPMഉം CPI. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. കേന്ദ്രത്തിന്റെ ഫണ്ട് ഇനി കിട്ടുമോ എന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. ആറാമത്തെ സെഗ്മെന്റിൽ സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ. സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. SIRനോട് എതിർപ്പില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഉദ്യോഗസ്ഥ ക്ഷാമമാണ് കാരണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. SIRുമായി മുന്നോട്ടു പോകുന്നത് ഉദ്യോഗസ്ഥ ക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും. ഇക്കാര്യം കാണിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. SIRന് അടിയന്തര പ്രാധാന്യമില്ലെന്നും മെയ് മാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും അതിനാൽ തിരക്ക് പിടിച്ച് SIR നടപ്പിലാക്കേണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടി വരും. അതിനാൽ സമയക്കുറവുണ്ട്. SIR മുൻപോട്ട് കൊണ്ടുപോയേ മതിയാകൂ എന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം.
ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടില്ലെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു. അതേസമയം SIR-മായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെന്നും അതിനാൽ സുപ്രീം കോടതിയെ സമീപിച്ചോളൂ എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞത്. SIR നടപ്പിലാക്കുന്നത് അടിയന്തരമായി തടയണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യത്തിൽ ഇടപെടാതിരുന്ന ഹൈക്കോടതി ഹർജി വിധി പറയാനായി മാറ്റി. ജനം, കൊച്ചി. CPI നേതാവ് A. സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി ഇനി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തിരുവനന്തപുരം നഗരസഭയിലെ തൈക്കാട് വാർഡിലാണ് അദ്ദേഹം മത്സരിക്കുക. 3 BDJ സ്ഥാനാർത്ഥികളടക്കം 31 വാർഡുകളിലേക്കുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിച്ചു. ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി ഇന്നത്തെ ടോപ്പ് 7 at 7 ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജനൻ ഡിബേറ്റുമായി അനിൽ നമ്പ്യാർ എത്തും. നമസ്തേ. തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടർ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായ ശ്രീ കുമ്മനം രാജശേഖരൻ യുവാക്കൾക്കും വനിതകൾക്കും ഒപ്പം തന്നെ സീനിയർ സിറ്റിസൺസിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇക്കുറി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോൾ മുൻ കൗൺസിലർമാർ അടക്കമുള്ള യുവനിര ഇത്തവണത്തെ പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. മത്സരരംഗത്ത് സജീവമായുണ്ട്. എനിക്കൊപ്പമുള്ളത് മുൻ കൗൺസിലറാണ്, ഒപ്പം വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയാണ് നന്ദ ഭാർഗവ്. എങ്ങനെ കാണുന്നു പുതിയ നിയോഗം? പുതിയൊരു ചുവടുമാറ്റമാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ ഭാഗമായി കാലയളവിൽ നെട്ടയം വാർഡിൻ്റെ കൗൺസിലറായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. എന്നിൽ സംഘടന ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർണ്ണമായി തന്നെ കാത്തു സൂക്ഷിക്കും. പുതിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ സമരമുഖരിതമായ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷം നടന്നത്. യുവാക്കൾക്കുള്ള പ്രാധാന്യത്തെ എങ്ങനെ കാണുന്നു BJP ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം, നഗരസഭയിൽ നടന്നിട്ടുള്ള അഴിമതികളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ആര്യ രാജേന്ദ്രൻ മേയറായി നഗരസഭയിലെ നിരവധിയായിട്ടുള്ള അഴിമതികൾ നമുക്കറിയാം. പട്ടികജാതി ഫണ്ടിൽ തട്ടിപ്പ് നടന്നു, വീട്ടുകാര്യത്തിൽ തട്ടിപ്പ് നടന്നു, കിച്ചൺ ബിന്നിൽ അഴിമതി നടന്നു, ആറ്റുവൽ പൊങ്കലിൽ തട്ടിപ്പ് നടന്നു, ലാപ്ടോപ്പിൽ അഴിമതി നടന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഈ നഗരസഭയിലെ എല്ലാ പദ്ധതികളിലും അഴിമതി നടത്തിയ ഒരു ഭരണസമിതിയുടെ കാലയളവാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ അഴിമതികളാണ് ഈ നഗരത്തിൽ നടന്നിട്ടുള്ളത്. മാറ്റമാണ് ഇനിയിപ്പോൾ നെട്ടയത്തു നിന്ന് നേരെ വട്ടിയൂർക്കാവിലേക്ക്. ഉറപ്പായിട്ടും ഈ നഗരസഭയിൽ 51-ലധികം സീറ്റുകൾ നേടി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും. ഈ നഗരസഭയിലെ ഭരണം ഒരു അഴിമതിരഹിത ഭരണം, അഴിമതി ഇല്ലാത്തൊരു ഭരണം, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ തിരുവനന്തപുരം നിവാസികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും അനന്തപുരിയിൽ നടപ്പിലാക്കും എന്ന ഉറപ്പോടെ ഭാരതീയ ജനതാ പാർട്ടി ഈ നഗരസഭയിലെ ഭരണത്തിലെത്തുമെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഇന്നു മുതൽ പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. നമുക്കൊപ്പം മറ്റൊരു കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. മുൻ കൗൺസിലറാണ്, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണ്. പുതിയ ചുവടുവയ്പ് എങ്ങനെ കാണുന്നു? വീണ്ടും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് പാർട്ടി. തികച്ചും ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം പാർട്ടി ഇത്രയും വലിയൊരു ഭരണം പിടിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളിലൊരു വാർഡ്, അതും CPM-ൻ്റെ വാർഡെന്നാണ് അറിവ്, സിറ്റിംഗ് സീറ്റ് എന്നാണ്. ആ സിറ്റിംഗ് സീറ്റിലേക്ക് എന്നെ നിയോഗിച്ചതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞതാണ്. എന്നാലാവുന്ന തവണ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വർക്ക് ചെയ്ത് ഇപ്രാവശ്യം 600 വാർഡ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സീറ്റായിട്ട് നമ്മൾ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എല്ലാ 600 വാർഡിലെ എല്ലാ മതസ്ഥരും, നാനാ മതസ്ഥരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസനങ്ങൾക്ക് ഒപ്പം നിന്ന് ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി ഇതിൽ അഭ്യർത്ഥിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് സജീവമായിരുന്ന മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇന്നിപ്പോൾ വീണ്ടും സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം മത്സര രംഗത്തും ഒപ്പം തന്നെ പ്രചരണ രംഗത്തേക്കും ഇറങ്ങിയാണ്. എനിക്കിപ്പം ഉള്ളത് ഒരു സീനിയർ കൗൺസിലറാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ആദ്യ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ R. ശ്രീലേഖയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡായ ശാസ്തമംഗലത്തിനായി പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ട പട്ടിക വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ് തലസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട മധുചേടൻ. എങ്ങനെ കാണുന്നു പുതിയ ഒരു നിയോഗത്തെ? ശുഭപ്രതീക്ഷയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനം എന്നെ അവിടെ ആ കവടിയാറിൽ വളരെ ഫൈറ്റ് നിൽക്കുന്ന കവടിയാറിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആ ഒരു അദ്ദേഹം എന്നെ നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ഞാൻ ഗുണകരമായി ഭവിക്കാനുള്ള എല്ലാ പ്രവർത്തനവും അവിടെ കാഴ്ചവെക്കും. ഒരു സംശയമില്ല, ജയം സുനിശ്ചിതമാണ്, ഒരു സംശയമില്ല അതിന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിക്കൊപ്പം സ്ഥാനാർത്ഥി കൈപിടിച്ച് ശാസ്തമംഗലത്തോടെ നടന്ന വ്യക്തി ഇന്ന് സ്ഥാനാർത്ഥിയാകുന്നു. അപ്പം ഇന്ന് മുതൽ തന്നെ അങ്കത്തട്ടിൽ ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കവടിയാർ വാർഡിലെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ശാസ്തമംഗലത്തും പാങ്ങോട് വാർഡിനെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കൂടെ ഞാൻ കൂടെ ഉണ്ടാവും.
എൻ്റെ വാർഡ് എന്നെ നിയോഗിച്ച കവടിയാർ വാർഡിൻ്റെ പ്രവർത്തനത്തോടൊപ്പം ശാസ്തമംഗലത്തെയും പാങ്ങോട് വാർഡിലെയും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളോടെ ഞാൻ നടത്തും. ഒപ്പം തന്നെ എൻ്റെ കൂടെയുള്ള മറ്റു സഹ കൗൺസിലർമാർ എന്നെ അവരെ ആവശ്യം വേണ്ടി ഞാൻ അവിടെയും പോയി പ്രവർത്തിക്കും. വാർഡും പിടിക്കുക ലക്ഷ്യമല്ല. തീർച്ചയായും ഒരു സംശയമില്ല, പിടിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം, അതിനാണ് നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റം അനിവാര്യമാണ് തലസ്ഥാനത്ത്. ആ മാറ്റത്തിന് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും പ്രയത്നിക്കും. അതിനുവേണ്ടി എല്ലാ വാർഡുകളിലും പ്രചരണ രംഗത്ത് സജീവമാകുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. BJPയുടെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ 31 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 BDJS സ്ഥാനാർത്ഥികളെ കൂടി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികളെയും രാഷ്ട്രീയം ഒക്കെ നോക്കുമ്പോൾ CPM കുടുംബങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് എത്തുന്നു. അവരടക്കമുള്ളവർ സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തേക്ക് ഇത്തവണ ഇറങ്ങുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുൻ MP ഒക്കെ ആയിരുന്ന CPMന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയായ സമ്പത്തിന്റെ കുടുംബത്തിൽ നിന്ന് കസ്തൂരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സഹോദരനൊക്കെയാണ്. ആ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി ഈ ഒരു മത്സര രംഗത്ത് സജീവമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ ഇപ്പോൾ പ്രചരണ രംഗത്തൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും അവരുടെ ആദ്യ നിയോഗമാണ്. ഒപ്പം തന്നെ അവരുടെ പ്രചരണ രംഗത്ത് സജീവമാകുന്നു. സീനിയർ നേതാക്കന്മാരെ കാണുന്ന ഒക്കെ തിരക്കിലാണ്. ചേട്ടാ, ഏത് വാർഡിൽ നിന്ന് ഇന്ന് മുതൽ ഇറങ്ങുകയാണല്ലേ? ഫോർട്ട് വാർഡ് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ R സുരേഷും ജാനകി അമ്മാളും മത്സരിച്ച് കഴിഞ്ഞ 2015 തിരഞ്ഞെടുപ്പിൽ 2020 തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി 1070 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ജാനകി അമ്മാളിനെ ആ വാർഡിൽ നിന്നാണ് ഇത്തവണ പാർട്ടി എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. 1990 ആദ്യമായി 6 കൗൺസിലർമാരുണ്ടായിരുന്ന ആ സമയത്ത് വെങ്കട്ടരാമൻ ചേട്ടൻ ആദ്യമായി താമര ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 95 ലതാ ഗിരീഷ് താമര ചിഹ്നത്തിൽ നിന്ന് വിജയിച്ചു. അത് കഴിഞ്ഞുള്ള ഒരു 3 ടേം നമുക്ക് അത് പ്രതിപക്ഷമായിട്ട് മാറേണ്ടി വന്നു. 2015 നമ്മളത് തിരിച്ചു പിടിച്ചു. അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ കൗൺസിലർമാർ ചെയ്തു വെച്ച കാര്യങ്ങളിൽ ഒരു തുടർച്ചയായി അവരുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അതിയായ സന്തോഷത്തിലാണ്. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ ശക്തമായ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ വളരെ വേരോട്ടമുള്ള വാർഡാണ്. ഡീലിമിറ്റേഷനിൽ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. പെരുന്താനിയിൽ നിന്നും മണക്കാട് നിന്നും ആ വാർഡ് കുറച്ച് വലുതായിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ അനുകൂലമായ അന്തരീക്ഷമാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും എല്ലാ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടുകൂടി എന്നാണ് വിശ്വസിക്കുന്നത്. ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതെ, അഗ്രഹാരങ്ങളുള്ള ബ്രാഹ്മൺ സമൂഹം തിങ്ങി നിറഞ്ഞിരിക്കുന്ന, അതുപോലെ തന്നെ മറ്റ് ജാതി എല്ലാവരും കൂടെ ഇടറകലർന്ന ലോകപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരുമുറ്റത്ത് നിന്നാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃപാകടാക്ഷവും ഉണ്ടെന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിച്ചുള്ളൂ. ആർക്കും വിട്ടുകൊടുക്കില്ല. ഇല്ല, ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. തിരിച്ചു പിടിച്ചതാണ്. അദ്ദേഹം സൂചിപ്പിച്ചതല്ല, തിരിച്ചു പിടിച്ച വാർഡാണ്. അതിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഫോർട്ട് വാർഡിലും മത്സരിക്കുന്ന